പലരും വിസ റിന്യൂ ചെയ്ത് കഴിയുമ്പോൾ എംറൈസ് ഐ ഡി റിന്യൂ ചെയ്ത് കഴിയുമ്പോൾ എംറൈസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സിമ്മിൽ നിന്നാണെങ്കിലും ബാങ്കിൽ നിന്നൊക്കെ വരും. പക്ഷേ പലരും എംറൈസ് ഐ ഡി കിട്ടുമ്പോൾ വളരെ വൈകിയിരിക്കും. അപ്പോഴത്തേനും നമ്മുടെ പല അക്കൗണ്ട് കട്ടാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നതാണ്, എംറൈസ് ഐ ഡി എങ്ങനെ കിട്ടും എന്നതാണ്. അതിനുവേണ്ടി UiPath അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അന്നേരം ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി വിൻഡോ ഉണ്ടെങ്കിൽ ആഡ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് ഏറ്റവും അവിടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. ഞാൻ ഇവിടെ ഓൾറെഡി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അവിടെ റിക്വസ്റ്റ് കൊടുക്കുക. റിക്വസ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കത് നമ്മുടെ റിക്വസ്റ്റ് പോവുകയും നമ്മുടെ എംറൈസ് ഐ ഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എംറൈസ് ഐ ഡി കിട്ടുകയും ചെയ്യുന്നതാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ പോയി കഴിയുമ്പോൾ താഴെ ഡോക്യുമെൻറ്റ്സ് എന്നുണ്ടോ, ആ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും നമ്മുടെ എംറൈസ് ഐ ഡി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എംറൈസ് ഐ ഡിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണിക്കുന്നത്. എംറൈസ് ഐ ഡി നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. നമുക്കിനി ഇത് എംറൈസ് ഐ ഡി PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും. അപ്ലോഡ് ഡോക്യുമെൻറ്റും നമുക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കും. എന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ട് വ്യൂ PDF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ എംറൈസ് ഐ ഡിയുടെ PDF ഡൗൺലോഡായി വരുന്നതായിരിക്കും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും നമുക്ക് നമ്മുടെ അപ്ഡേറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റിലൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഡൂവിൻ്റെ ആപ്പിലാണെങ്കിലും ബാങ്കിലാണെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.